ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ കേട്ടോ. അമ്മൂമ്മ എടുത്തണിച്ച് സ്കൂൾ റീ ഓപ്പൺ ചെയ്യാനായി. അപ്പം സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വീട്ടിൽ അപ്പാപ്പനോടും അമ്മാമ്മേനോടൊക്കെ ബൈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിച്ചുന് മേമേനെ കാണണമെന്ന് പറഞ്ഞു. മേമേനെയും പോയി കണ്ട് ബൈ ഒക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ പെട്രോളിന് റേറ്റ് ഇച്ചിരി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കൽ. ഇവിടെ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചപ്പം ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് 109 രൂപയാണ്. കേരളത്തിൽ 115. നല്ല ഒരു 6 രൂപയുടെ വ്യത്യാസമുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് മുൻപായാലും നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഇവിടെ കയറിയിട്ട് പെട്രോൾ അടിക്കാറുണ്ട്. അപ്പം നല്ല വ്യത്യാസമുള്ളത് കൊണ്ടാണ് റേറ്റിന് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് മെയ് എൻഡിലൊക്കെ ആയിട്ട് നിച്ചയുടെ കാല് ഫ്രാക്ചറായിട്ട് റെസ്റ്റിലായിരുന്നു. 2025 കേട്ടോ. മെയ് 21 കാല് ഫ്രാക്ചറായത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു. ഒരു 3 months റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയത് കേട്ടോ. നിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. ഇപ്പോൾ ഇതാ ഈ ഒരു സമയം കഴിഞ്ഞ വർഷം നമ്മൾ റെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിതാ തിരിച്ചു പോവുകയാണ്. നിച്ചു സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടാണ്. മെയ് 29 ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മെയ് 30 സോ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാണ്. ജൂൺ 1 തൊട്ട് ക്ലാസ്സിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ സ്കൂളാണ്. ഓക്കെ, ഇച്ചു ഉറങ്ങിട്ടോ. ദേവാലയല്ലേ, പന്തല്ലൂരെത്തുന്നു നമ്മൾ. ദൂരെ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം. ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഫുള്ളൊരു ഗ്രീനറിയാണ്. ചുറ്റും തേയിലത്തോട്ടൊക്കെ ആയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഈ റോഡിന്. നമുക്ക് പോകാൻ സുഖമാണ്. പിന്നെ അതേപോലെ നല്ല ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് നല്ല ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് ആസ്വദിച്ചിങ്ങനെ പോവാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. നമ്മളിവിടെ സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. നമ്മളിപ്പോൾ ആഘോഷിച്ചിട്ടില്ല. നമ്മളിപ്പോൾ എടക്കരയിലെത്തി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്നത് നാടുകാണീശ്വരം വഴിയാട്ടോ. പക്ഷേ വലിയ ബ്ലോക്കൊന്നുമില്ല. സൗണ്ട് ഉണ്ടാക്കില്ല, ബ്ലോക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ ചുരം ഇങ്ങനെ കുറേ കറങ്ങി വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ. താമരശ്ശേരി ചുരത്തിലൂടെ പോവുകയാണെങ്കിൽ ഫുൾ ബ്ലോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടിലൂടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താം. താമരശ്ശേരി ചുരം വഴി വരികയാണെങ്കിൽ നമ്മൾ ഒത്തിരി സ്റ്റക്കായി. ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറി, ബട്ടർ ചിക്കൻ കറിയാണ്. ചൂടുണ്ട് എടി മോനെ, ചൂടാണ്. എടുത്തോ ആ മതി. എടുക്കട്ടെ. ശകലം
യൂണിക്കോണിന്റെ ബാഗ് ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. എങ്ങനെ പറഞ്ഞ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരെത്തി കേട്ടോ. ഞാൻ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന വരുന്ന വഴിക്ക് നിച്ചൊരു ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ ക്ലാസ് അവിടെയും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് ഓൾറെഡി നിച്ചുവിൻ്റെ സൺഡേ ക്ലാസ്സിലെ ബാഗ് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു പോയതുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരു ബാഗൊക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എൻ്റെ വ്ളോഗ് അവിടെ സ്റ്റോപ്പായി. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി, ഉറങ്ങിപ്പോയി. നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് അതൊന്നും ഞാൻ എടുക്കത്തില്ല എന്ന് മനസ്സിലായത്. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് കൂടെ തന്നെ നാളത്തെ വീഡിയോസ് നാളത്തെ നമ്മുടെ 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ സൺഡേ ആണ്. അപ്പം നമുക്ക് രാവിലെ തന്നെ പള്ളിയിൽ പോകണം. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ ദിവസത്തെ ഈ വിശേഷങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഉറങ്ങി നാളെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം സൺഡേ ആണ്. രാവിലെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഓക്കെ, ഇന്ന് മിച്ചുവിന് സൺഡേ ക്ലാസ്, വെക്കേഷനൊക്കെ കഴിഞ്ഞ് സൺഡേ ക്ലാസ്സും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ പള്ളിയൊക്കെ സൺഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിലമ്പൂർക്ക് പോവാണ്, ടൗണിൽ പോവാണ്. നമ്മൾ മൗസിയിൽ വന്നതാട്ടോ. ഇത് മറ്റേ ഇതാണല്ലോ, പൊർട്രേറ്റ് ആണല്ലോ. ഞങ്ങളിവിടെ മൗസിയിൽ കയറി ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പം അവരൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നേ. നമുക്കൊരു 3 ഗെയിംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഇത്ര ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും അവർ കുറച്ച് ഐറ്റംസ് നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കാൻ തരുന്നതായിരുന്നു ഓഫർ തന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് നല്ല തകൃതിയായിട്ട് ഗെയിം കളി നടക്കുന്നുണ്ട്. 3 ടൈമിലും ഞങ്ങൾ കളിച്ചു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉദ്ദേശിച്ച പോയിന്റ്സ് നമുക്ക് ഗെയിം കളിച്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൂട്ട്സിൻ്റെ അവൽ മിൽക്കാണ്. അവരൊരു QR കോഡ് തരും. ആ QR കോഡ് കയറിയിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ തിരിച്ച് മലപ്പുറത്ത് പോവാണ് കേട്ടോ. നിലമ്പൂരിൽ മലപ്പുറത്തോട്ട് പോവാണ്. സോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഡെക്കാത്തലോൺ, പെരിന്തൽമണ്ണ ഡെക്കാത്തലോണിൽ ഒന്ന് കയറാണ്. കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഓൾറെഡി വാങ്ങിക്കൊടുത്ത് സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അത് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് മലപ്പുറത്തോട്ട് പോകുന്നത്. ഇതെങ്ങനെ കുട്ടിയുടെ സൈക്കിൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് ഞങ്ങൾ നേരെ പോയത് സ്കിപ്പിംഗ് റോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 99 റുപ്പീസാണ് ആവുന്നുള്ളൂ കേട്ടോ. ഈ സ്പോർട്സിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഈ ബാഗൊക്കെ നല്ല അടിപൊളി ബാഗുകളും പിന്നെ അതേപോലെ വാട്ടർ ബോട്ടിൽ കുറേ സ്പോർട്സ് ഐറ്റംസും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഡെക്കാത്തലോണിലാണ് വന്നത്. ഞങ്ങൾ വന്ന പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി തിരിച്ചു പോവാണ്. കാണുന്നുണ്ടേ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഡെക്കാത്തലോണിലുള്ളത്. നമ്മൾ പോയത് പെരിന്തൽമണ്ണ ഡെക്കാത്തലോണിലാണ്. ആഫ്റ്റർ 2 months ഓഫ് വെക്കേഷൻ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ആകെ മടുത്തു, ടയേർഡാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് വന്ന് നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിതാ 2 months വെക്കേഷന് ശേഷം നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ നിച്ചുവിന് നാളെ മുതൽ സ്കൂളിൽ പോയി തുടങ്ങണം. സോ
ശരിക്കും മെയ് 29 സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു, റീ ഓപ്പൺ ചെയ്തു. അപ്പോൾ നാളെ മുതലാണ് വിടുന്നത്, അതായത് ജൂൺ 1 തൊട്ടാണ് സ്കൂളിൽ വിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, അപ്പം ഒന്ന് ഫ്രഷായിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമുക്ക് നാളത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. Good morning. Try have a gentle smile on our face. चेहरे पे हल्की सी मुस्कुराहट हो लगी रहेगी तो भी നമുക്ക് നെച്ചോടെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ ബ്രെഡ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് മുട്ട എടുത്ത് ഇച്ചിരി ഷുഗറൊക്കെ ഇട്ടിട്ട് വളരെ സിമ്പിളാണ്, വേഗം അടിച്ചെടുക്കാണ്. എന്നിട്ട് അതിൽ ബ്രെഡ് മുക്കി നമ്മൾ പൊരിച്ചെടുക്കും. നെച്ചൂന് ലഞ്ചിന് ഇതാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സും ഉണ്ട്. ഇന്ന് ഞാൻ ആപ്പിളാട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കട്ടാക്കിയിട്ട് ഒരു ബോക്സിലിട്ട് കൊടുക്കണം. എനിക്ക് എവിടെ നിച്ചുമോൾ ഒന്ന് നോക്കിയിട്ട് പോ. നിച്ചുമോൾ സ്കൂളിൽ പോവാണ്. ഒരു നിച്ചുമോളെ അവളെ കയറ്റിക്കാം.